ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ സവാള വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്, മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മല്ലിപ്പൊടിയുടെ മൂപ്പ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതിലണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ആദ്യം ഇട്ടിട്ട് മൂത്തതിന് ശേഷം മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ തക്കാളിയൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുറുക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൂന്തലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നല്ലപോലെ വൃത്തിയായിട്ട് നന്നാക്കി കഴുകി വെച്ചിട്ടുള്ള കൂന്തലാണ്. കൂന്തലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയും കൂന്തലും നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂന്തൽ മസാലയും കൂടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ കൂന്തലിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാകുന്നില്ല. ഇതിട്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല. 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക, എന്നിട്ട് വേവിക്കുക കേട്ടോ. ഈ കൂന്തലൊക്കെ വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ആയ കാരണം നല്ല പോലെ വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൂന്തൽ റോസ്റ്റ് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഈ ടൈമിൽ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് തന്നെയാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിന് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, കൂന്തൽ റോസ്റ്റ് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി കണ്ടിന്യൂസ്ലി നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഞാൻ ഒരു ഇലയിലേക്ക് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.